ദൈവസന്നിധിയിൽ അടുത്ത് ചെന്നാൽ അവൻ നമ്മുടെ അടുത്ത് വരും. ആമേൻ. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. അതുകൊണ്ട് ആരെങ്കിലും, ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ആ മഹാനായ യേശു, ദേവാദിദേവൻ, രാജാതിരാജൻ നിന്റെ സമീപേ നിൽക്കുന്നു. നിന്റെ വാതിൽ തുറന്നു കൊടുത്താട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കല് ഫറവോ രാജാവ് തന്റെ രാജ്യത്തിന്റെ അംഗസംഖ്യ ഒന്നെടുത്തു. ഒരു സെൻസസ് എടുത്തപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഇസ്രായേൽ മക്കളുടെ നമ്പർ ഒത്തിരി കൂടുതലാണ്, ഈജിപ്ഷ്യൻസ് ഒത്തിരി കുറവാണ്. അവരുടെ ബലം, ഇസ്രായേൽ മക്കളുടെ ബലം ഭയങ്കര കൂടുതലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഫറവോ രാജാവ് ഒരു തീരുമാനമെടുത്തു. ഇനിയും ഉണ്ടാകുന്ന എല്ലാ ഹെബ്രായ ബാലന്മാരെയും, ആൺതലമുറകളെ കൊല്ലുവാനായിട്ടുള്ള പ്ലാൻ അദ്ദേഹം ഇട്ടു. ആമേൻ. ഹല്ലേലൂയ. അതിന് ഫറവോ രാജാവ് ചെയ്തത്, സൂതി കർമ്മിണികളോട് അവരോട് പറഞ്ഞു, നിങ്ങൾ ചെല്ലുമ്പോൾ, ഹെബ്രായ കുടുംബത്തിൽ ചെല്ലുമ്പോൾ ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ സൂതി കർമ്മിണികൾ അത് ചെയ്തില്ല. കാരണം അവർക്കൊരു കേട്ടുകേഴ്വി ഉണ്ടായിരുന്നു. കേട്ടുകേഴ്വിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് ഇസ്രായേൽ മക്കളുടെ ദൈവം മഹാദൈവമാണ്, ഒരു വലിയ ദൈവമാണ് ഇസ്രായേൽ മക്കളുടെ ദൈവം, രാജാതിരാജനാന്നുള്ള കേട്ടുകേൾവി അവർക്കുണ്ടായിരുന്നു. അത്രേ അവർക്ക് അറിവുള്ളായിരുന്നു. അതുകൊണ്ട് അവർ ദൈവത്തെ ഭയപ്പെട്ടു. ആമേൻ. ആ വിശ്വാസം, കേട്ടുകേൾവിയുള്ള ഒരു വിശ്വാസമേ അവർക്കുള്ളായിരുന്നു. ആമേൻ. ഇതേ സമയത്ത് തന്നെ ബൈബിൾ വേറൊരു ഭാഗത്ത് നെബൂഖദ്നേസർ രാജാവ്, ആമേൻ, ചന്ദ്രക്, മേശക്, അബേദ്നെഗോവും അവരെ 3 പേരെയും തീപ്പൊയ്യിലിടാനായിട്ട് തീരുമാനിച്ചു. കാരണം നെബൂഖദ്നേസർ രാജാവിനെ വണങ്ങിയില്ല എന്നൊറ്റ കാരണത്താൽ തീയിന്റെ അളവ് കൂട്ടി 7 തവണ കൂട്ടിയിട്ട്, ആമേൻ, ഇവര് 3 പേരെയും തീയിലേക്ക് ഇടാനായിട്ട് തീരുമാനമെടുത്തു. ആമേൻ. ഈ ഹെബ്രായ ബാലന്മാരുടെ വിശ്വാസം എന്ന് പറയുന്നത് അതിര് കവിഞ്ഞ വിശ്വാസമായിരുന്നു. ആമേൻ. കാരണം അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, ഇവരെ തീപ്പൊയ്യിലിട്ടാലും അവിടെ ഇറങ്ങി വരുന്ന ഒരു കാര്യമുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഈ 2 വിശ്വാസത്തിനും 2 ഘനക്കട്ടയാണ് ഉള്ളത്. ആമേൻ. കേട്ടുകേൾവിയുള്ള വിശ്വാസത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ അതിര് കവിഞ്ഞ് വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവപ്രവൃത്തി കാണാൻ പറ്റത്തുള്ളൂ. ഇവരെ തീപ്പൊയ്യിലിട്ടപ്പോൾ 4-മനായി ഇറങ്ങി വന്ന ദൈവം ഒരു പൊള്ളൽ പോലും ഏൽക്കാതെ, ആമേൻ, അവരെ വിടുവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദേജനമേ, മാന്യ ശ്രോതാവേ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ആമേൻ, നമ്മൾ എങ്ങനെയാ പ്രശ്നത്തോട് നമ്മൾ പ്രതികരിക്കുന്നത്? നമ്മുടെ വിശ്വാസം ഒരു കേട്ടുകേൾവിയുള്ള വിശ്വാസത്തോടെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്, അതോ അതിര് കവിഞ്ഞുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ പ്രതികരിക്കുന്നത്? ആമേൻ. ഈ കേട്ടുകേൾവിയുള്ള വിശ്വാസത്തിലുള്ളവരൊക്കെ ആണെങ്കിലുണ്ടോ, മിക്കവാറും ഒരു 2-3 സൊല്യൂഷനിൽ അവർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഒന്ന്, അവർ പ്രശ്നത്തിൽ നിന്ന് ഓടിപ്പോവാൻ ശ്രമിക്കും. They will try to flee away. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഈ കൊറോണ കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ വീട് വെച്ച 45,000 സ്ക്വയർ ഫീറ്റുള്ള ധനികനായ മനുഷ്യൻ ദുബായിൽ തന്റെ അന്ത്യം ഒരു സൂയിസൈഡിൽ തീരുകയായിരുന്നു. യു ട്രൈ ടു ഫ്ലീ അവേ. വിശ്വാസിയ, ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു വിശ്വാസിയ, അല്ലേ, ഒരു ക്രിസ്ത്യാനിയാണ്. കാരണം എന്താ? കേട്ടുകേൾവികളുള്ള ഒരു വിശ്വാസമേ ഉള്ളൂ. ദൈവം പ്രവർത്തിക്കുമെന്നും ദൈവ പ്രശ്നത്തിന് പരിഹാരകാരനാണെന്നൊക്കെ കേട്ടുകേൾവിയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്. രണ്ടാമത് ഒരു ഗ്രൂപ്പുണ്ട്, മിക്കവാറും നമ്മളും അതിൻ്റെ അകത്തൊക്കെ പെടാറുണ്ട്. വി ട്രൈ ടു ഫൈറ്റ് അവർ പ്രോബ്ലം. പലപ്പോഴും സ്വന്തമായിട്ട് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. നമുക്കൊരു ആഴമായിട്ടുള്ള ഒരു വിശ്വാസം കാണത്തില്ല ദൈവം പ്രവർത്തിക്കുമെന്ന്. അതിനു മുന്നേ നമ്മൾ ഷോർട്ട് കട്ട്സും സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും.
മൂന്നാമതൊരു ഗണമുണ്ട്, they try to forget it. അവർ ഭയങ്കരമായിട്ട് ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് അങ്ങ് റിബലിസ്, അവർ ദൈവത്തെ തന്നെ അങ്ങ് മറക്കും. അങ്ങനെ നടന്ന സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പലവട്ടം പല ഫേസ്ബുക്ക് ലൈവിൽ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസിയായ ആൾ ദൈവത്തെ വേണ്ടെന്ന് തീരുമാനിച്ച് ഡിക്ലറേഷൻ ഇട്ടു, that I am going to become an atheist. ദൈവത്തെ വിശ്വസിക്കുന്നില്ല ഞാൻ തൊട്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമേ, ഈ മൂന്ന് കാര്യത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ? ഈ കേൾവിയിലുള്ള വിശ്വാസം വരുമ്പോഴാണ് നമ്മുടെ എൻ്റെ സൊല്യൂഷൻ ഒരു പ്രോബ്ലമായിട്ട് സ്റ്റിൽ സ്റ്റാൻഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്നാൽ if you try to admit your problem and if you surrender to God, ദൈവസന്നിധിയിൽ കർത്താവേ നീയാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരം, നിന്നിൽ മാത്രമേ ഉള്ളൂ പ്രശ്നത്തിന് സൊല്യൂഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ, ആമേൻ, അത് അതിര് കവിഞ്ഞുള്ള വിശ്വാസമാണ്. അങ്ങനെ ഒരാൾക്കേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ വിശ്വാസം മൊത്തം കർത്താവിൽ അർപ്പിച്ചേക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ഡീഡ്സ്, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എല്ലാം ആ രീതിയിലായിരിക്കും. ആമേൻ. ലോകം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, സീയിങ് ഈസ് ബിലീവിങ്. കാണുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, അതാണ് യാഥാർത്ഥ്യം എന്ന് ലോകം പറയും. എന്നാൽ കർത്താവ് നേരെ തിരിച്ച പറയുന്നത്, ബിലീവിങ് ഈസ് സീയിങ്. അവിടെ ദൈവപ്രവൃത്തി നമ്മൾ കാണത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 29-ാമത്തെ വാക്യം എന്ന് വായിക്കാമോ? John chapter 20 verse 29. 20:29. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. ഇത് ലോകം പറയുന്നതാ. ഓക്കേ, തുടർന്ന് വായിച്ചോട്ടെ. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന്. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ആമേൻ, ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തിന്മേൽ നീ ഒരു പരിഹാരം കാണുന്നില്ലായിരിക്കും. ആ പ്രശ്നം കർത്താവിന്റെ സന്നിധിയിലോട്ട് വെച്ചു കൊടുത്താൽ നീ കാണാതെ വിശ്വസിക്കണം. ഈ പ്രശ്നത്തിന് മേൽ, എൻ്റെ ഈ ക്രൈസിസിന്റെ മധ്യേ ദൈവം എന്നെ വഴി നടത്താൻ വിശ്വസ്തൻ. അങ്ങനെ വിശ്വസിച്ചെങ്കിലേ നീ ദൈവമഹത്വം കാണത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് പറഞ്ഞങ്ങ് പോവാം. ആമേൻ. ദാവീദ് സങ്കീർത്തനം 27-ന്റെ 8-ലും 11-ലും 14-ലും 3 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹൗ ടു ഫേസ് പ്രോബ്ലം ഇൻ അവർ ലൈഫ്. എങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എങ്ങനെ പ്രശ്നത്തെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ദാവീദ് സങ്കീർത്തനം 27 പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ സങ്കീർത്തനം 27-ന്റെ 8 വായിച്ചേ. എന്റെ മുഖം അന്വേഷിക്കുക, എന്റെ മുഖം അന്വേഷിക്കുക എന്ന് നിന്നിൽ നിന്നും കൽപ്പന. You need to seek the face of the Lord. ദൈവത്തെ അന്വേഷിക്കുന്നവനെ പരിഹാരം കിട്ടത്തുള്ളൂ. ആമേൻ. അടുത്തത് 27-ന്റെ 11 വായിച്ചു. യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ. യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. He is calling upon God. ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. First, we need to seek Lord. Second, we need to call upon the Lord. അവസാനം 27-ന്റെ 14 വായിച്ചേ. യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിൽ പ്രത്യാശ വെക്കുക. യഹോവയിൽ പ്രത്യാശ വെക്കുക. അതെ, നീ യഹോവയിൽ പ്രത്യാശ വെക്കുക. ഈ മൂന്നാമത്തെ കാര്യം ഒരു വെയിറ്റിംഗിന്റെ പീരീഡാണ്. ആമേൻ. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. വെയിറ്റ് ചെയ്യുക മാത്രമല്ല, നമ്മൾ പ്രത്യാശ വെക്കണം. ആമേൻ. ഒന്നിടും 27-ന്റെ 14 ഒന്നിടും വായിച്ചാട്ടെ. യഹോവയിൽ പ്രത്യാശ വെക്കുക. യഹോവയിൽ പ്രത്യാശ വെക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ ദേശമേ, പ്രിയ ശ്രോതാവേ, യഹോവയിൽ നീ പ്രത്യാശ വെക്കുക. അതെ, നീ യഹോവയിൽ പ്രത്യാശ വെക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഏതൊരു പ്രശ്നം വന്നാലും, ഏതൊരു പ്രതികൂലം വന്നാലും ദൈവത്തിൽ ആശ്രയം വെക്കുക. ഒന്നിലും പതറിപ്പോകരുത്. അവൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. തുടർന്നും നമുക്ക് ഗാനങ്ങൾ പാടി
ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവനിൽ ആശ്രയിക്കുന്ന ഏത് ദൈവമക്കൾക്കും ആമേൻ അവൻ പരിഹാരം തീർച്ചയായിട്ടും തരും. ആമേൻ. അവരുടെ ഗാനം നമുക്ക് ദൈവകൃപയെ ഞാൻ ആശ്രയിച്ചെന്നുള്ള ഗാനം നമുക്ക് ചേർന്ന് അവതരിച്ചിരുന്ന
ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതനീശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതനീശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ആമേൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളീശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളീശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഓ കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പി ഉത്സുകരായിരിപ്പിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പി ഉത്സുകരായിരിപ്പിൻ. നമ്മൾ ആത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? നമ്മൾ ആത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ആമേൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളീശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളീശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളീശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളീശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശു ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ജയഗീതം അവനോട് പാടിയാട്ടെ. ഹല്ലേലൂയ. Oh, thank you, Jesus, for your wonderful presence. We thank you, Master. Hallelujah. ദൈവത്തിന്റെ മഹത്വം. Hallelujah. നമുക്കൊരു ഗാനം കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാം. യേശു എന്ന അടിസ്ഥാനം എന്നുള്ള ഗാനം നമുക്ക് ചേർന്ന് ദൈവത്തെ ഹല്ലേലൂയ. ആശ്രയമേ
ശക്തി കൈക്കു പിടിച്ചു പിൻകൊണ്ടു പോകുന്നവർ കൈക്കു പിടിച്ചു പിൻകൊണ്ടു പോകുന്നവർ യേശുവിൻ അടിസ്ഥാനം ആശ്രയഹരിതത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും 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 നിന്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് യാതൊരു ആകുലം വേണ്ട ദൈവജനമേ. ആമേൻ. പരിഹാരനായി നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇത്രയും നേരം ഞങ്ങളെ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിപ്പാൻ ചേർന്ന എല്ലാ ദൈവമക്കളോടുള്ള നന്ദിയെ ഈ സമയത്ത് ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ഫേസ്ബുക്കിൽ ഇൻവൈറ്റ് ചെയ്ത പാസ്റ്ററിനോടും എൻ്റെ എല്ലാ അഡ്മിനിസ്ട്രേറ്ററിനോടുള്ള നന്ദിയെ ഒരു പ്രാവശ്യം കൂടെ രേഖപ്പെടുത്തുന്നു. ആമേൻ. നമുക്കൊരു വാക്കിൽ പ്രാർത്ഥിച്ചു കൊടുത്ത സെഷൻ അവസാനിപ്പിക്കാം. സ്തോത്രം 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 കരുണയുള്ള ദൈവമേ, ശ്രീപിതാവേ, ഇന്നെല്ലാ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നതാണ്. നിന്നെ ആരാധിപ്പാൻ, നിന്നെ പാടി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം കർത്താവേ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ ഫേസ്ബുക്ക് ലൈവിൽ കൂടെ കാണുന്ന എല്ലാ ദൈവമക്കളെയും, എല്ലാ മാന്യ ശ്രോതാക്കളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിഷൻ വോയിസ് എന്ന ഫേസ്ബുക്ക് പേജിനായി സ്തോത്രം, എൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനായി സ്തോത്രം. ഇത് അനേകർക്ക് കർത്താവേ വിടുതലിന് കാരണമായി തീരുവാൻ, അനേകരെ ദൈവത്തിങ്കിൽ ആദായപ്പെടുത്തുന്ന ഒരു ഫേസ്ബുക്ക് പേജായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. May God bless you.